കുവൈത്ത് വിമാനത്താവളത്തിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരൻ എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മധ്യപ്രദേശ് സ്വദേശിയായ 55-കാരൻ മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത്. മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായി നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് എന്നും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കും എന്നും കുവൈത്ത് അധികൃതരുമായി സഹകരിച്ച് വരികയാണ് എന്നും എംബസി അറിയിക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇടയാക്കിക്കൊണ്ടാണ് കുവൈത്തിൽ ഇറാന്റെ ആക്രമണം. അതിൽ പരിക്കേറ്റവരിൽ ഇന്ത്യക്കാരുണ്ടെന്ന് നമുക്ക് നേരത്തെ മനസ്സിലായിരുന്നു. ഇപ്പോൾ കൊല്ലപ്പെട്ടതിൽ ഒരാൾ ഇന്ത്യക്കാരൻ എന്ന് സ്ഥിരീകരിക്കുന്നു. മധ്യപ്രദേശ് സ്വദേശി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇന്ത്യൻ എംബസി പറയുന്നത്? ഇന്ന് പുലർച്ചയോടുകൂടി ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് സാധാരണഗതിയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ദുബായിലോ UAE-യിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ആക്രമണമായിരിക്കും. അത് ഏതെങ്കിലും തരത്തിലൊരു ഭീതി പടർത്താനുള്ള ആക്രമണം മാത്രമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് കുവൈറ്റ് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടാമതും ഇറാൻ ആക്രമണം നടത്തുകയുണ്ടായി. രാവിലെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം വീണ്ടും എയർപോർട്ട് കേന്ദ്രീകരിച്ച്, അതും എയർപോർട്ടിന്റെ ടെർമിനൽ 1-ൽ വലിയ അപകടമുണ്ടാകുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ 63 പേർക്ക് പരിക്കേറ്റു, ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് വരുന്നത്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, കൊല്ലപ്പെട്ടത് ഒരു ഇന്ത്യക്കാരനാണ് എന്ന വിവരം ഇപ്പോൾ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. മധ്യപ്രദേശ് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. 55 വയസ്സുകാരനായ മൻസൂർ അഹമ്മദ് റഹ്മാനാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവുമായി നിരന്തരം അവർ ബന്ധപ്പെടുന്നുണ്ട്. കാര്യങ്ങളൊക്കെയും ധരിപ്പിച്ചിട്ടുണ്ട്. വേണ്ട സഹായങ്ങളൊക്കെയും നൽകും. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ എംബസി അത് കൃത്യമായി അത് ഏകോപനം നടത്തി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്നതടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആശങ്ക ഉയർത്തുന്നത് 63 പേർക്ക് പരിക്കേറ്റ ഒരു വലിയ ആക്രമണമാണ് കുവൈറ്റ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടന്നത്. അവിടെ അത് 6 ആശുപത്രികളിലായിട്ട് ഈ 63 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ ഏതാണ്ട് 7 പേരുടെ നില ഗുരുതരമാണ് എന്ന നിലയ്ക്കാണ് ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വിവരങ്ങൾ. ആ 7 പേരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ പരിക്കേറ്റവരും ചെറിയ ശസ്ത്രക്രിയ നടത്തിയവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഇവർക്കൊക്കെ വേണ്ട വൈദ്യസഹായം നൽകുന്നുണ്ട്. 7 ആശുപത്രികളിലായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ കുവൈറ്റ് വ്യക്തമാക്കുകയാണ്. അവിടെ ആശങ്ക ഉയർത്തുന്നത് ഇത് ടെർമിനൽ 1-ൽ ആണ് ആക്രമണം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ഉള്ള, ഒപ്പം തന്നെ ഈ ജോലിക്കാരുള്ള ഒരു ടെർമിനൽ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണം ഉണ്ടാകുന്നു. ആ ടെർമിനലിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുന്ന തരത്തിലേക്ക് അപകടമുണ്ടായിരിക്കുന്നു. അതിന്റെ പല ഭാഗങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഈ ഫെബ്രുവരി 28 മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്ത് നോക്കിയാൽ ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടായ ഒരു സംഭവം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ തീപിടുത്തമുണ്ടായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കീ പോയിന്റുകളിലൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം ആളുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു ആക്രമണം ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടില്ല. അതപ്പോൾ ആക്രമണത്തിന്റെ തോത് മാറുന്നു, ദിശ മാറുന്നു, ഇറാൻ നൽകുന്ന സൂചന മാറുന്നു. ഒപ്പം തന്നെ അവരുടെ ആ ഒരു അഗ്രസീവ്നെസ് അത് കൂടി വരികയാണ് എന്നുകൂടി പറയേണ്ടി വരും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ഈ UAE കേന്ദ്രീകരിച്ചൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് കണ്ടതാണ്. തുടർച്ചയായ 3 ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. 3 മിസൈലുകൾ നേരിട്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു, 2 മിസൈലുകൾ നേരിട്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കൈവിട്ടു പോയിരുന്നില്ല. പക്ഷേ ഈ ആക്രമണം കാര്യമായി തന്നെ കൈവിട്ടു പോയിട്ടുണ്ട്. ഇത് ഈ ഒരു ഗൾഫ് മേഖലയിൽ ഒന്നാക്കി ഭീതി പടർത്തിയിട്ടുണ്ട്. ആ നിലയിലേക്ക് തന്നെ ആക്രമണത്തിന്റെ തോത് മാറ്റുമ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന ചോദ്യം വരുന്നുണ്ട്. ഒപ്പം തന്നെ ഏത് തരത്തിലാകും ഇനി ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ ചേർന്ന് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുമ്പോൾ അവിടെ ആശങ്ക ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് നാളിതുവരെ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരുടെ ജീവൻ പോകുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ കുവൈത്തിലെ വിമാനത്താവളത്തിൽ നടത്തിയ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരൻ എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായി ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. 63ഓളം പേർക്ക് പരിക്കേറ്റുണ്ട്. അതിൽ 3 പേരെങ്കിലും ഇന്ത്യക്കാരാണെന്ന് കൂടി ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.